കുടുംബത്തിലെ 3 പേരെയും ഒരാൾ കൊലപ്പെടുത്തിയതിന്റെ നടുക്കത്തിലാണ് പാലക്കാട് നെന്മാറയിലെ ജനങ്ങൾ. പ്രതിക്കായുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുകയാണെന്ന് പോലീസ് പറയുമ്പോഴും പ്രതി ഒളിവിൽ കഴിയുന്നത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുകയാണ്. നാട്ടുകാരിൽ പലർക്കും പ്രതിയുടെ വധഭീഷണിയുണ്ട്. ശ്രുതി പ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നടുക്കം വിട്ടുമാറാത്ത മണിക്കൂറുകളിലൂടെയാണ് പാലക്കാട് നെന്മാറയിലെ ജനങ്ങൾ കടന്നുപോകുന്നത്. 2019 ഇതുപോലെയൊരു പട്ടാപ്പകലിലാണ് ചെന്താമര എന്ന മനുഷ്യമൃഗം നെന്മാറ സ്വദേശിനി സജിതയെ കൊലപ്പെടുത്തിയത്. തന്റെ ഭാര്യയെ തന്നിൽ നിന്നും അകറ്റി നിർത്തിയതിന് പിന്നിൽ സജിതയ്ക്ക് പങ്കുണ്ടെന്ന സംശയത്താലായിരുന്നു കൊലപാതകം. വളരെ ആസൂത്രിതമായി അയാൾ അത് നിശ്ചയിച്ചു. എങ്ങനെയും സജിതയെ കൊലപ്പെടുത്തണം. ഭർത്താവ് സുധാകരൻ തിരുപ്പൂരിലേക്ക് പോയ സമയം, മക്കൾ സ്കൂളിലേക്ക് പോയ സമയം, സജിതയെ കൊലപ്പെടുത്താൻ തക്കം പാർത്ത ചെന്താമര ഈ സമയം തന്നെ കൊലയ്ക്കായി തെരഞ്ഞെടുത്തു. വടിവാൾ ഉപയോഗിച്ച് സജിതയെ വെട്ടിക്കൊലപ്പെടുത്തി. ഇതോടെ നാട്ടുകാർ അയാളെ സൈക്കോയായി മുദ്രകുത്തി. സജിതയെ കൊലപ്പെടുത്തിയതിനു പിന്നാലെ പ്രതി ഒളിവിൽ പോയി. അരക്കമലയിൽ പ്രതി ഒളിവിൽ കഴിയുന്നുവെന്ന് പോലീസിന് സൂചന ലഭിച്ചിരുന്നു. ഡോഗ് സ്ക്വാഡും പോലീസും ഉൾപ്പെടെ നടത്തിയ തെരച്ചിൽ പ്രതിയെ കണ്ടെത്തി. പോലീസിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കിയ പ്രതി ഒളിത്താവളം വിട്ട് പുറത്തിറങ്ങി. ഇതോടെ പിടിയിലാവുകയായിരുന്നു. എന്നാൽ ഇവിടം കൊണ്ടും അവസാനിച്ചില്ല. സജിത കൊലപാതകത്തിന്റെ ആഘാതം മാറും മുൻപേ നെന്മാർക്കാരെ ഭീതിയിലാഴ്ത്തി ഇരട്ട കൊലപാതകം. സജിതയെ കൊലപ്പെടുത്തിയ ശേഷവും ചെന്താമരയുടെ കലി അടങ്ങിയില്ല. ജയിലിൽ കിടന്ന ഓരോ നിമിഷവും സജിതയുടെയും ഭർത്താവിനെയും അമ്മയെയും എങ്ങനെ കൊലപ്പെടുത്താമെന്ന ചിന്തയിലായിരുന്നു ചെന്താമര. കണക്കുകൂട്ടലുകൾ അയാൾക്ക് പിഴച്ചില്ല. ജാമ്യത്തിൽ ഇറങ്ങിയതോടെ നിശ്ചയിച്ചുറപ്പിച്ച സമയത്ത് തന്നെ അയാൾ ക്രൂരകൃത്യം നടപ്പിലാക്കി. സുധാകരനെയും അമ്മ മീനാക്ഷിയെയും സജിതയെ എങ്ങനെ കൊലപ്പെടുത്തിയോ അതുപോലെ വെട്ടിക്കൊലപ്പെടുത്തി. തന്റെ ഭാര്യയും മകളും പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസിയായ സജിതയും കുടുംബവും മറ്റു ചില ആളുകളുമാണെന്ന സംശയമായിരുന്നു കൊലയ്ക്കു പിന്നിൽ. ഇരട്ട കൊലപാതകം നടത്തിയ ശേഷവും പ്രതി ഒളിവിൽ പോയി. ചെന്താമര ജാമ്യത്തിലിറങ്ങിയ സമയം മുതൽ പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. പ്രതി കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പരാതി. മറ്റ് ആളുകളെയും ചെന്താമര ലക്ഷ്യം വെക്കുന്നതായാണ് വിവരം. സുധാകരനെയും ലക്ഷ്മിയെയും കൊല്ലുമെന്ന് ഇയാൾ നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു. പ്രതിയുടെ വീട്ടിൽ നിന്നും വടിവാൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അരക്കമലയ്ക്ക് പുറമെ നെല്ലിയാമ്പതിയിലും ഇയാൾക്കായുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. എന്നാൽ പ്രതിയെ പിടികൂടും വരെ നെന്മാർക്കാരുടെ കണ്ണുകളിൽ ഭയം തളം കെട്ടിക്കിടക്കും. ചെന്താമര ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇനി ആരെന്ന ചോദ്യമാണ് അവർക്ക് മുന്നിൽ തുടരുന്നത്.